ഹലോ ഗായ്സ്, അങ്ങനെ വടച്ചേച്ചിയുടെ ഒരു പുതിയ ന്യൂസ് ഇങ്ങനെ പബ്ലിഷ് ആയിട്ടുണ്ട്. അതൊന്ന് കേൾക്കാം. ഹോസ്പിറ്റലായിരുന്നു രേണു ക്യാൻസർ ആണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയത് ക്യാൻസറുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യത്തിനായിരുന്നില്ല. രേണു ഒന്ന് രാവിലെ കയറി ഒന്ന് തൂങ്ങിയായിരുന്നു ഫാനിൽ. അപ്പം രേണുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ലിബു കണ്ടുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടുള്ളത്. അല്ലളിയാ, ഞാൻ ഒരു കാര്യം സംശയം ചോദിക്കുന്നതാണ്. ഈ ലിബു 24 മണിക്കൂർ എവളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെ, അവൾ തൂങ്ങണ സമയത്ത് ആ കറക്റ്റ് ടൈമിൽ അവൻ കണ്ടെത്തി എന്നുള്ളത് കൊണ്ട് ചോദിച്ചതാണ്. സംശയം ചോദിച്ചാണ്, ഞാൻ വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. അല്ല, സാധാരണ എപ്പോഴും ഇങ്ങനെ അവൾ പറയാറുണ്ട്, ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ അല്ലേ, ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ അല്ലേ എന്ന്. അത് ഇതാണ് ഉദ്ദേശിച്ചത് ആയിരിക്കും അല്ലേ? ഇന്ന് ഈ നേരത്തെ ക്വസ്റ്റിനെ കെട്ടിയിൽ വയ്ക്കായിരുന്നു. കാരണം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞതാണ് ഏറ്റവും കൗതുകരമായിട്ട് എനിക്ക് തോന്നുന്നത്. ഇവളുടെ മൂത്ത മകൻ അവകാശപ്പെടുന്ന ഒരു പരനാറിയുണ്ട്. അവൻ അങ്ങനെ തന്നെ വിളിക്കുന്നത്, ഒരു നാറിയാണ്. അവൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു. അത് കണ്ടിട്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുകൊണ്ടാണ് അത്ര അവൾ തുടങ്ങിയത്. ഞാൻ നമ്മളെ കുറേ ചീത്ത വിളിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിരുന്നു പറഞ്ഞാൽ പോലും ഈ ഒരു അസുഖത്തിൽ നിൽക്കുന്ന ഒരാളാണ്. മാനസികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ തകർന്നു പോകും. എന്നിരുന്നാൽ പോലും ഞാൻ പറയാം, ഈ കിച്ചു എന്ന് പറയുന്ന ഒരുത്തൻ, അവനെ എന്താ പറയുക, കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാരും കുറച്ച് അമ്മച്ചിമാരും എല്ലാം സ്വന്തം മകനായിട്ട് കേരളത്തിന്റെ ദത്തുപുത്രനായിട്ടൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഈ നാറിയൊന്നും അങ്ങനെ മോനല്ല. ആണോ? ആ ചെറുക്ക് അത്ര കുഴപ്പാ? മകനെ കൊണ്ടുനടക്കില്ല. രേണു പറയാതെ പറഞ്ഞു പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അവൻ പറഞ്ഞത് 2 വയസ്സ് വരെ അവന് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടുള്ളൂ, പെറ്റമ്മയുടെ സ്നേഹം കിട്ടും. പെറ്റമ്മയുടെ സ്നേഹം കിട്ടണമെങ്കിൽ അതിനൊരു ക്വാളിറ്റി വേണം. പെറ്റമ്മയുടെ സ്നേഹം കിട്ടണമെങ്കിൽ അതിനൊരു ക്വാളിറ്റി വേണം. എന്തായിരിക്കും ആ ക്വാളിറ്റി? പെറ്റമ്മ പോയത് പോട്ടെ, പോറ്റമ്മ വന്നല്ലോ. സ്വന്തം അമ്മയെ സ്വന്തം അമ്മയായിട്ട് കാണാനായിട്ട് പഠിക്കണം. ശരിയല്ലേ? അല്ലളിയാ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പോറ്റമ്മ എന്തിനാ വന്നത്? അവനെ പോറ്റാനാ വന്നേ? എന്നാൽ പിന്നെ അവനെയും പോറ്റി അങ്ങ് നിൽക്കണ്ടായോ? അതെന്തിനാണ് അച്ഛൻ്റെ കൂടെ കയറി കിടക്കണേ? അപ്പോൾ അവളുടെ ഉദ്ദേശ ലക്ഷ്യം പോറ്റുക മാത്രമല്ല, അവളുടെ അത്യാവശ്യ വിശപ്പും തീരുക എന്നുള്ളതല്ലേ? സംശയമാണ്, സംശയങ്ങൾ ചോദിക്കാമല്ലോ. അമ്മയെ അമ്മയായിട്ട് കാണണം, എങ്കിലേ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അമ്മയുടെ മറ്റൊരു രീതിയിൽ കണ്ടിട്ടുണ്ട് ഒരാൾക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. കൂടുതൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ ഈ തലച്ചുമടലിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാർ അവനെ കല്ലെറിയും. ഇതൊക്കെ വെറുതെ വന്നിട്ട് രേണുവിനെ വെളുപ്പിക്കാനായിട്ട് പറയുന്നൊന്നുമല്ല. കിച്ചു മോനെ, നീ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണും സുധി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണുകളും ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ തെളിവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത സംഭവങ്ങളൊന്നുമല്ല. അവളെ പറഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാർ ആക്രമിച്ചു കഴിഞ്ഞിട്ട് ആ പെണ്ണിനെ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആ പെണ്ണ് ഇന്ന് രാവിലെ തൂങ്ങി കിടക്കരുത്. ആ പറഞ്ഞതിലെന്തോ ഉണ്ടല്ലോ. അമ്മയായിട്ട് കാണണം, അമ്മയായിട്ട് കണ്ടിട്ടില്ലെങ്കിൽ എന്നുവെച്ചാ കിച്ചു രേണുവിനെ അല്ല, ഇവൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെയല്ലേ അമ്മേ? അല്ല, അതെങ്ങനെ ശരിയാവും? അതങ്ങോട്ട് സെറ്റാവുന്നില്ലല്ലോ. ഇനി ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ കിച്ചുവിന് അവളോട് മറ്റൊരു രീതിയിലുള്ള അട്രാക്ഷൻ എന്ന് വെക്കുക. എൻ്റെ മോൻ എൻ്റെ മോൻ എൻ്റെ മോൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 24 മണിക്കൂറും, അതായത് എൻ്റെ എൻട്രി വരുന്നിടം വരെ ഇവർ അമ്മയും മോനും കളി തന്നെയല്ലായിരുന്നോ? അങ്ങനെ ഒരു വൃത്തികെട്ട രീതിയിൽ നോക്കിയ മകനെ ഇവൾ നീക്കി നിർത്തുകയല്ലേ വേണ്ടേ? പക്ഷെ അവൾ അങ്ങനെ നീക്കി നിർത്തിയില്ലല്ലോ. എവിടെയും എൻ്റെ മകൻ എന്നല്ലേ പറയണേ. അവളെ കയറി പിടിക്കാൻ പോയ ഒരുത്തന അവൾ അങ്ങനെ പറയൂ? ചെറുക്കാൻ, നീ വെറുതെ തൂങ്ങാനുള്ള പരിപാടി ആലോചിക്കുകയല്ലേ? അവനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അവനിങ്ങനെയൊക്കെ പറഞ്ഞ് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അപ്പം അഥവാ അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ടെന്ന് നോക്കിയാൽ സച്ചിൻ സപ്പസ് തിരനുറിയും സുറുമുടിയിൽ ശാകര സൗന്ദര്യം. എടാ, വേറൊരു കാര്യമുണ്ട്, ഋത്തപ്പന് പോലും അങ്ങനെ തോന്നും. അങ്ങനത്തെ പരിപാടിയാണ് അവിടെ ഇരുന്ന് കളിച്ച് കാണിച്ച് പബ്ലിക്കിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. തുട വരെ അങ്ങോട്ട് പൊക്കി വെച്ചിട്ട് ആ തുട അങ്ങോട്ട് കാണിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് പാല് കോരി ഒഴിച്ചിട്ട് ക്രീം കോരി ഒഴിച്ചിട്ട് അതിട്ടിങ്ങനെ തടവി തകർത്ത് കളിച്ച് വെച്ചിരിക്കുകയാണ്. ഋത്തപ്പൻ വളർന്നു വന്നാൽ, ഋത്തപ്പൻ ഈ സിനാരിയോ കാണുകയാണെങ്കിൽ ഋത്തപ്പനിക്കും പലതും തോന്നും. സ്വാഭാവികമാണ്. അതിൽ കുറ്റക്കാരാരാണ്? ആ തോന്നിയ കുട്ടിയല്ലല്ലോ. നമ്മൾ എന്തുകൊണ്ടാണ് അമ്മമാർ അച്ചടക്കം വേണമെന്ന് പറയുന്നത്? എന്തിനാ? വാട്ട് കോക്കനട്ട് വായി. അപ്പം അതിനകത്ത് വലിയ കുറ്റമൊന്നും പറയാനില്ല. അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഭയങ്കര മോശമാണ്. നിനക്ക് അമ്മയെ കാണാൻ പറഞ്ഞാൽ നീ വീട്ടിലേക്കല്ലായിരുന്നു വരേണ്ടത്. അമ്മ ഹോസ്പിറ്റലിൽ അറിയാലോ. നീ പിന്നെ അവിടെ വന്ന് കുത്തി പിടിച്ചിരുന്നിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്?
നീ അവിടെ വരുവായിരുന്നുണ്ടെങ്കിൽ ശരിയാണ്, ഐസിനകത്തോട്ട് ആരെ കാണിക്കില്ല, കയറ്റിയല്ല. സീമാജി നായരടക്കമുള്ള ആൾക്കാർ അവിടെ വന്നു. പക്ഷെ അവര് വേറൊരു സൈഡിൽ കൂടെ പോയിട്ട് അവളെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. കിച്ചു ആണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്ക് സൈഡിൽ കൂടെ ആണെങ്കിലും നിനക്ക് അമ്മയെ വന്ന് കണ്ടു പോകാമായിരുന്നു. നീ അമ്മയെ കാണാൻ പോയി ആരും കാണിച്ചില്ല എന്നുള്ളൊരു വർത്തമാനം പറയണം. അയ്യോ, ഇത്രയൊക്കെ മോശം പറഞ്ഞാൽ ഇനി ആ ചെറുക്കൻ വരണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. ഇനി അവൾ ചത്താൽ പോലും ആ ചെറുക്കൻ വന്ന് നോക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സത്യമായിട്ട് ഇനിയും കാണാണ് ഇതുമാതിരി ഒരു വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചത്തെന്ന് പറഞ്ഞാൽ ഞാൻ തിരിഞ്ഞു കയറൂല. ആ ചെറുക്കൻ എനിക്ക് കുറച്ചെങ്കിലും അഭിമാന ബോധം ഉണ്ടെങ്കിൽ ആ ഏരിയയിൽ എടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറെ നാറിയമാണ് ഉള്ള കാര്യം പറയാം. ഇവനെ പൊക്കി പിടിച്ചോണ്ട് നടക്കരുത്. ഒരു കാരണവശാലും സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരോട് ഞാൻ പറയും, ഇവനെ പൊക്കി പിടിച്ചോണ്ട് നടക്കരുത്. ഇവൻ വേറെ നാറിയ. ഇവൻ എന്താ പറയുക. പക്ഷേ രേണു നല്ല കുട്ടിയാണ് അല്ലേ മോനെ? അനക്ക് രേണുവിനെ പൊക്കി പിടിച്ചോണ്ട് നടക്കുക അല്ലേ? അതെന്തിനാ ഇപ്പോൾ രേണുവിനെ നീ പൊക്കി പിടിച്ചോണ്ട് നടക്കണേ? നമ്മൾ തുണിയൂരി കാണിച്ചു തരും. ഇത് അല്ലേ ആകെ മൊത്തം സൂപ്പറാണ്. പട ചെറുതാണ് നല്ലത്. വേറെയും കുറേ ഉണ്ട്. ടേസ്റ്റിയാണ്. ഏത് ഓടുക്കാം ഇതൊക്കെ പറയണതൊക്കെ സൂപ്പറാണല്ലേ? അങ്ങനെയൊന്നും എന്തായാലും കിച്ചു എവിടെയും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. കിച്ചു അങ്ങനെയൊന്നും എവിടെയെങ്കിലും പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എനിക്കൊരു അബദ്ധം പറ്റി. ചെറുപ്പത്തിൻ്റെ തോരത്തിളപ്പിൽ എൻ്റെ കൂട്ടുകാരുടെ ഇതിനകത്ത് വീണ് ഞാനിങ്ങനൊരു ഇതിനകത്ത് ഉപയോഗിച്ചിരുന്നു. അതിൽ നിന്ന് ഞാൻ മാറി കരകയറി വന്നു എന്നല്ലേ കിച്ചു പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് കിച്ചു സൂപ്പറാണ്, ടേസ്റ്റിയാണ്. സ്മിർണോഫാണ് ഞാൻ അടിക്കുന്നത്. അതുമാത്രമല്ല മാജിക് മൊമെൻറ്റ്. ഇങ്ങനെയൊന്നും ആ കുട്ടി എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. അത് നിങ്ങൾക്ക് കുഴപ്പം, ഇത് നിങ്ങൾക്ക് ഓക്കെ. ഒരു പ്രത്യേകതരം ഓക്കെയാണ് കുഞ്ഞേ. പൈപ്പ് വെള്ളം കുടിക്കൂല, കിണർ വെള്ളം കുടിക്കൂല, ഫാസ്റ്റ് ഫുഡ് മാത്രമേ ഇറങ്ങുള്ളൂ. ഈ രേണു സുധി ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ ഓരോ കടകളിൽ പോയിട്ട് ഫാസ്റ്റ് ഫുഡ് കഴിച്ചതിന് ശേഷം ഇവൻ പൈപ്പ് വെള്ളവും കിണർ വെള്ളവും കുടിക്കാത്തവരൊക്കെ നമ്മളെ വീട്ടിലും ഉണ്ടല്ലോ. അതൊരു കുറ്റമാണോ? ഫാസ്റ്റ് ഫുഡ് കഴിച്ചാൽ എന്താ കുഴപ്പം? ഫാസ്റ്റ് ഫുഡ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് വാങ്ങിച്ച് തിന്നാൻ തന്നെയല്ലേ? പൈസ കൊടുക്കാനായിട്ട് പൈസ ഇല്ലാണ്ട് അപ്പൊ രമ്യ ചേച്ചിനെ ഇവരൊക്കെ വിളിക്കുന്ന സമയത്ത് അവരെന്നെ വിളിച്ചിട്ട് ഞാൻ തന്നെ എത്രയോ പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് അറിയും. എനിക്ക് അറിയാൻ നേരിട്ട് പരിചയമില്ല, എനിക്ക് ഇവിടെ പരിചയപ്പെടാനോട് താല്പര്യമില്ല. ഇങ്ങനെ അറിയ മക്കളൊന്നും പരിചയപ്പെട്ട ഒരു കാര്യമില്ല. ഇവനെ സത്യസന്ധമായിട്ട് ഞാൻ പറയും, സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരോടും ഞാൻ പറയും, ഇവനെ ഒരിക്കലും എന്താ പറയാ, സുധി എന്ന് പറയുന്ന മനുഷ്യൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഇവനങ്ങനെ ഒരു അല്ല. ഇവനെ കൂടെ ചേർത്ത് പിടിക്കേണ്ട ഒരു നീ കാണിക്കുന്ന ഇവനെ ചേർത്ത് പിടിക്കാൻ പാടില്ല, കാരണം അവൻ ഫാസ്റ്റ് ഫുഡ് കഴിക്കും. ഇവനെ ചേർത്ത് പിടിക്കാൻ പാടില്ല, ഇവൻ കെണ്ടുവെള്ളം കുടിക്കൂല. ഇവനെ ചേർത്ത് പിടിക്കാൻ പാടില്ല, പൈപ്പ് വെള്ളം കുടിക്കൂല. ഇവനെ ചേർത്ത് പിടിക്കാൻ പാടില്ല, ഇവൻ അമ്മയായിട്ടല്ല നോക്കിയത്, വേറെന്തരോ ആയിട്ടാണ് നോക്കിയത്. ഇവനെ ചേർത്ത് പിടിക്കാൻ പാടില്ല, ഇവൻ പൈസ ചോദിക്കും. നിൻ്റെ അച്ഛൻ്റെ പൈസയിലല്ലേ ചോദിച്ചത്, അവൻ്റെ അച്ഛൻ്റെ പൈസയല്ലേ ചോദിച്ചത്. അവൻ്റെ അച്ഛൻ ആരോഗ്യമുണ്ടായിരുന്ന സമയത്ത് അവൻ്റെ അച്ഛൻ ചെലവിന് കൊടുത്ത കുറേ ഊളകൾ ആ വീട്ടിലുണ്ട്. അവളെ ചേച്ചിയുടെ ഭർത്താവ്, ചേച്ചിയുടെ അച്ഛൻ്റെ അച്ഛൻ, ചേച്ചി ഉണ്ടാക്കിയ 2 പൈതലുകൾ, അവളുടെ ഒരു പൈതല്, നാട്ടുകാർക്കൊക്കെ കടവും ധനവും ഒക്കെ വാങ്ങി കൊടുത്ത് തിന്ന് പെനത്ത് കിടക്കുന്ന അവറ്റകൾ അവന് പൈസ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. മാത്രമല്ല ഇപ്പോൾ പോലും അവൻ്റെ ഔദാര്യത്തിലാണ് ആ കുടുംബം നിൽക്കുന്നത്. അവൻ കൊടുത്ത ആ പിച്ചയിലാണ് അവിടെ കിടക്കുന്നത്. അന്തസ്സുള്ളവളാണെങ്കിൽ അവളെ മറ്റൊരു രീതിയിൽ നോക്കിയ കിച്ചുവിനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചുവിൻ്റെ വീട്ടിൽ നിന്ന് നിർബാധം ഇറങ്ങിക്കൊടുക്കണം. അന്തസ്സുള്ളവളാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. കിച്ചുവിൻ്റെ പൈസ എനിക്ക് വേണ്ട, എനിക്ക് ആ വീട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അന്തസ്സോടെ ഇറങ്ങിപ്പോവണം. അതാണ് വേണ്ടത്. മരണക്കിടക്കയിലാണ് എന്നൊക്കെ അഭിനയിച്ചാൽ പോരാ. ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന പാട്ടൊക്കെ പാടിയാൽ പോരാ. അതിനുള്ള ഇത് കാണിക്കണം. അവൾ അവിടെ ചെന്നാലും എവിടെ ചെന്നാലും അവൾ ഈ ചെയ്ത പാപങ്ങൾക്കെല്ലാം അവൾ അനുഭവിച്ചേ പോകുള്ളൂ. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. ഓരോ വ്യക്തികളെയും അവൾക്കെതിരെ ആര് പറഞ്ഞാലും അവരെയൊക്കെ അവൾ അവഹേളിക്കുന്ന, അപരാധിക്കുന്ന ഒരുപാട് ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഞാനതിൻ്റെ ഒരു വിക്റ്റിമാണ് ഇപ്പോഴും സ്റ്റിൽ. എത്ര പേരെ കൊണ്ടാണ് തെറി വിളിപ്പിക്കുന്നത്, എത്ര പേരെ കൊണ്ടാണ് മോശം പറയിപ്പിക്കുന്നത്, എന്തെല്ലാം പറയിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ നിലവാരത്തിലേക്ക് കിച്ചുവിനെ സ്നേഹിക്കുന്നവർ വരില്ല. കിച്ചുവിനെ ഇഷ്ടപ്പെടുന്നവർക്കൊരു നിലവാരമുണ്ട്. നമ്മുടെയൊക്കെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്. എനിക്ക് ആ കുട്ടി ഒരു വീഡിയോ ഇട്ടപ്പം ആകാശദൂത് സിനിമയാണ് ഓർമ്മ വന്നത്. ആകാശദൂത് സിനിമ കാണുന്ന ഓരോ സ്ത്രീകളും മക്കളെ ചേർത്ത് പിടിക്കുന്നതാണ്. നമ്മളില്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ള പ്രാണവേദനയാണ്. ആ വേദന തന്നെയാണ് കിച്ചുവിനോട് ഈ നാട്ടിലെ അമ്മമാർ കാണിക്കുന്നത്. അവർക്ക് ആ സ്നേഹം തന്നെയാണ്.
നമ്മളില്ലാതെ വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആരുണ്ടാകും? കിച്ചുവിനെ പോലിരുന്ന് കരയില്ലേ എന്നുള്ള വേദന, അത് തന്നെയാണ് ആ കുട്ടിക്ക് കൊടുക്കുന്ന സപ്പോർട്ട്. ഞാനിത് പണ്ടേ പറഞ്ഞതാണ്, പലരും സുധിയോടുള്ള ഇഷ്ടം മൂത്തിട്ട് ആ ഹിഡുംബിക്കാണ് അവസരങ്ങൾ കൊടുക്കുന്നത്. അവസരങ്ങളെ കുട്ടിക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് അവളുടെ അസുഖം വന്നപ്പോൾ അവൾ ചാടിക്കേറിയ ചെറുക്കനെ വിളിച്ച തെറി അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ജീവൻ ഒടുക്കൽ നാടകം, അങ്ങനെ ഒരു സാധനം, അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ എൻ്റെ ഒരു സംശയമാണ്, പിക്കിലൈനിട്ടിരിക്കുന്ന ഇവളെങ്ങനെ കൈ പൊന്തിച്ച്, ഇനി പൊന്തിച്ചെന്ന് തന്നെ വെക്കട്ടെ, എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആരോഗ്യമില്ലാതെ ഈ കീമോ കൊടുത്ത് കിടത്തിയിരിക്കുന്ന ഒരു സ്ത്രീ സ്റ്റൂളൊക്കെ ഇട്ട് ഫാനിൽ കയറി തൂങ്ങിയത് ആ ഒരു ഭയങ്കര ഹെൽത്ത് ഇതോടുകൂടി ചെയ്തു. എന്നിട്ട് തൂങ്ങിയിട്ട് ചത്തില്ല. ചേട്ടത്തിയുടെ ഭർത്താവ് കണ്ടോണ്ടിരുന്നു. ചേട്ടത്തിയുടെ ഭർത്താവ് 24 മണിക്കൂറും കുറുക്കൻ കോഴിക്കുട്ടി നോക്കുന്നതാണെങ്കിൽ അവളെ ബെഡ്റൂമിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് കണ്ടുപിടിച്ചായിരിക്കും, അതല്ലേ? അങ്ങനെയായിരിക്കും. എന്തോ എൻ്റെ പൊന്നപ്പി, ലോജിക്കോട് കൂടി വല്ലതും പറഞ്ഞാൽ വിശ്വസിക്കാം. അല്ലാതെ ഇല്ലോജിക്കലായിട്ട് നിങ്ങൾ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ നല്ല പ്രയാസമുണ്ട്. നിങ്ങൾ ഇതിൻ്റെ മേളിൽ പറയും. ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് രമ്യയെക്കുറിച്ച് പറയുമെന്നാണ്. ഇനിയിപ്പം രമ്യയെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിലും ചിലപ്പോൾ രമ്യയുടെ അമ്മയെക്കുറിച്ചായിരിക്കും പറയും. കാരണം ലോകമുള്ളിടത്തോളം പ്രതികാര നടപടി എന്നുള്ള രീതിയിൽ ആ കുടുംബം പണ്ടേ ചെയ്യുന്ന ഒരു കാര്യം, അന്ന് ഞാനൊരു വോയിസ് പുറത്തു വിട്ടിരുന്നു. ഇവർ താമസിച്ചിരുന്ന നാലിയാങ്കുഴിയിലുള്ള ഒരു കുടുംബത്തിലെ സ്ത്രീ അവരുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ വാങ്ങിച്ചതിൻ്റെ പേര് തിരിച്ചു ചോദിക്കാൻ അവരുടെ മകൻ്റെ ഒപ്പം അവിടെ പോയതിന് അവൾ കൊണ്ടുപോയി കൊടുത്ത കേസ് അവളെ കയറി പിടിച്ചു എന്നുള്ളതാണ്. അവൾ അതിൻ്റെ അപ്പുറം പറയുന്ന ആളാണ്. കുറച്ചുകൂടെ മൂത്തിട്ട് വാ, പുതിയതെന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് വാ. ഇതൊന്നും എടുക്കില്ല, ഒരാളും വിശ്വസിക്കത്തില്ല. അവൻ അങ്ങനെ ചെയ്യുന്ന അത്രയും ദാരിദ്ര്യം അവനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ ഇപ്പം വിചാരിച്ചാലും ഇഷ്ടംമാതിരി കുട്ടികളെ കിട്ടും. അവൻ കൊല്ലത്താണ് താമസിക്കുന്നത്. അവൻ ആരാധനയോടെ കാണുന്ന ഒത്തിരി പെൺകുട്ടികൾ ഉണ്ടും താനും. ഒരുപാട് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളുണ്ട് അവനെ, ഒത്തിരി പേരുണ്ട്. അവൻ അങ്ങനെ ഒരു പേര് ഇതുവരെ ഉണ്ടാക്കിയതായിട്ട് എൻ്റെ അറിവിലില്ല. പിന്നെ ചാറ്റ് ഹിസ്റ്ററികളുണ്ടെന്ന് തീർച്ചയായിട്ടും ഇവക്കിട്ട് പൊട്ടീര് അവൻ കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ അറിഞ്ഞത് തന്നെയാണ്. പൊട്ടീരൊക്കെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ചാറ്റ് ഒരു പട്ടിച്ചാത്തിനും വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം എല്ലാം AI ജനറേറ്റർ അല്ലേ. നമ്മൾ കൊടുത്താൽ മാത്രം ജനറേറ്ററാണ്, നിങ്ങൾ കൊടുത്താൽ ജനറേറ്റർ അല്ല. അതൊക്കെ ഒരു പ്രത്യേകതര സാധന. ഒന്നും പറയാനില്ല. കോമൺ സെൻസ് ഉള്ളവർക്ക് ചിന്തിക്കുക, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനത്തിൽ പോയി വീണ് പണം കൊണ്ട് കൊടുക്കുന്ന വിഡ്ഢികളെ, അവൾ ഇത് ഓവർകം ചെയ്ത് പുറത്തേക്ക് വന്നിട്ട് കൊടുത്ത നിങ്ങളെ തെറി വിളിച്ചില്ലെങ്കിൽ എന്നെ തോ 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 എന്ന് വിളിച്ചോ. എന്തോന്ന് തോ 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 എന്ന് വിളിച്ചോളൂ. അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.